ധ്രുവ് റാഠി എന്ന ചെറുപ്പക്കാരനെ കുറിച്ചാണ് ഇതിനു മുൻപും ഔട്ട് ഓഫ് ഫോക്കസിൽ നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. വളരെ പ്രമുഖനായൊരു യൂട്യൂബറാണ്. ഇന്ത്യ സർക്കാരിൻ്റെ നരേന്ദ്രമോദിയുടെ നിശിതമായ വിമർശകനാണ്. അപ്പോൾ ധ്രുവിൻ്റെ വീഡിയോകളൊക്കെ ഭരണകൂടത്തെ വിമർശിച്ചുകൊണ്ട് ഭരണകൂടത്തിൻ്റെ പൊള്ളത്തരങ്ങൾ തുറന്നു കാട്ടിക്കൊണ്ട് ഉള്ള പല വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ, ദേശീയ മാധ്യമങ്ങൾ, രാഷ്ട്രീയ പാർട്ടികളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ ദിവസങ്ങളായ ഒരു വാർത്താ കേന്ദ്രം കൂടിയാണ് ധ്രുവ് റാഠി. അപ്പോൾ ധ്രുവ് ഇപ്പോൾ ഹിന്ദിയിലാണ് വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി 5 ഭാഷകളിൽ കൂടി അദ്ദേഹം തെലുങ്ക്, കന്നഡ, തമിഴ്, ബംഗാളി, മറാഠി അടക്കമുള്ള ഭാഷകളിൽ കൂടി അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ ചെയ്യാൻ ഒരുങ്ങുകയാണ്. ദാവൂദ് സർ, ധ്രുവ് ഇപ്പോൾ ഒരു ദേശീയ മാധ്യമങ്ങളടക്കം വളരെ ഹിറ്റായി നിൽക്കുന്ന ഒരു കരൺ താപ്പറിൻ്റെ കൂടെയുള്ള ഇൻ്റർവ്യൂ ഒക്കെ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ വളരെ രാജ്യം ശ്രദ്ധിക്കുന്ന ഒരു പ്രമുഖ യൂട്യൂബറാണ്. അപ്പോൾ ഈ ഭാഷകളിലൂടെ ഇപ്പോൾ തമിഴ്, കന്നഡ അടക്കമുള്ള പ്രാദേശികമായ ജനങ്ങളിലേക്ക് എത്താൻ കൂടിയുള്ളൊരു ഉപാധി കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് വലിയൊരു നേട്ടമുണ്ടാവില്ലേ? അല്ല, ഉണ്ടാവും, നിശ്ചയം ഉണ്ടാവും. ഇപ്പം നേരത്തെ അജിംസ് പറഞ്ഞ മാതിരി ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ 2019 തെരഞ്ഞെടുപ്പിൽ 60% ജനങ്ങളും ഇന്ത്യക്കെതിരായി വോട്ട് ചെയ്ത രാജ്യമാണ് നമ്മുടേത്. അപ്പോൾ ധ്രുവ് റാഠി കാര്യമായിട്ട് പറയുന്ന മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ ഈ ഹിന്ദുത്വ പൊളിറ്റിക്സ് ഇന്ത്യയെ എങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്ന എപ്പോഴാണ് കേരള സ്റ്റോറി വന്നപ്പോൾ കേരള സ്റ്റോറിയെ അതിനെ ശരിക്കും പറഞ്ഞാൽ ഡൈസെക്റ്റ് ചെയ്യുന്ന സ്വഭാവത്തിൽ കേരള സ്റ്റോറിയിൽ പറയുന്ന ഓരോ കാര്യങ്ങളെയും അതിന് മറുവാദങ്ങൾ വളരെ യുക്തിഭദ്രമായിട്ട് അവതരിപ്പിക്കുന്ന. ഇപ്പോൾ കേരളത്തിൽ നിന്ന് 3 പെൺപിള്ളേർ സിറിയയുടെ അഫ്ഗാനിലേക്ക് പോയി, അതുകൊണ്ടാണല്ലോ നിങ്ങൾ കേരളം ഇതിൻ്റെ ഹബ്ബാണെന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, കഴിഞ്ഞ 3-4 മാസത്തിനിടയിൽ 4 or 5 ഇന്ത്യക്കാർ ഫ്ലൈറ്റിൽ മൂത്രമൊഴിച്ചു. അതെ, 32,000 പേര് മൂത്രമൊഴിച്ചിട്ടുണ്ടോ എന്നാണ് ഇന്ത്യക്കാർ ഫ്ലൈറ്റിൽ മൂത്രമൊഴിക്കുന്നവരാണ് ഇന്ത്യക്കാർ. ഇന്ത്യ സ്റ്റോറി എന്ന കൺക്ലൂഡ് ഇങ്ങനെ ഉണ്ടല്ലോ. ഇങ്ങനത്തെ ലോജിക്കുകളാണ് വളരെ ആളുകൾക്ക് എളുപ്പം ഗ്രഹിക്കാവുന്ന ലോജിക്കുകൾ ഉപയോഗിച്ച് വളരെ പ്രസന്ന ഭാവത്തിൽ, അതും വളരെ പ്രധാനമാണ്, വളരെ പ്രസന്ന ഭാവത്തിൽ അദ്ദേഹം സംസാരിക്കുന്നു. സ്വാഭാവികമായിട്ട് ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അദ്ദേഹം എന്നൊക്കെ പറയുന്നതിൽ പ്രശ്നമുണ്ട്. 29 വയസ്സായിട്ടേ ഉള്ളൂ ഒരു പയ്യൻ. വലിയ വലിയ സംഗതികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ ഈ പറയുന്ന ദേശീയ മാധ്യമങ്ങൾ എന്ന് നമ്മൾ പറയുന്ന ചാണക ചാനലുകളുണ്ടല്ലോ, അവയ്ക്കൊക്കെ ഉള്ളതിനേക്കാൾ ഡിജിറ്റൽ പെനട്രേഷൻ ബ്രോഡ്കാസ്റ്റിലില്ല എന്ന് നമുക്കറിയില്ല. ബ്രോഡ്കാസ്റ്റിൽ ഈ ദേശീയ മാധ്യമങ്ങളുടെ പെനട്രേഷൻ എത്രയാണെന്ന്. പക്ഷേ അവരുടെ എല്ലാം ഡിജിറ്റൽ പെനട്രേഷനേക്കാൾ കൂടുതൽ ഇദ്ദേഹത്തിനുണ്ട്. 1.25 കോടി പ്രേക്ഷകർ യൂട്യൂബ് അദ്ദേഹത്തിൻ്റെ മെയിൻ പേജിൽ മാത്രമുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ വീഡിയോസ് അല്ലാതെ സെയിം യൂട്യൂബിൽ അദ്ദേഹത്തിൻ്റെ ചാനലിൽ വന്ന് കാണുന്നതിൻ്റെ എത്രയോ ഇരട്ടി അധികം ആളുകൾ റീലുകളായി, ഈ പറയുന്ന വാട്സപ്പ് ഫോർവേഡുകളായി, അങ്ങനെയൊക്കെ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നുണ്ട്. 1.25 കോടിയാണ് സബ്സ്ക്രൈബേഴ്സ് എങ്കിൽ ഏറ്റവും ഒടുവിലിറങ്ങിയ ഈ വീഡിയോ ഉണ്ടല്ലോ, ഡിക്റ്റേറ്റർ എന്ന് പറഞ്ഞ വീഡിയോ 2.25 കോടി ആളുകൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനേക്കാൾ 1 കോടി മനുഷ്യർ അധികം യൂട്യൂബിലൂടെ മാത്രം ഈ ഡിക്റ്റേറ്റർ എന്നുള്ള വീഡിയോ കണ്ടു. ഇപ്പോൾ രേഷ്മ പറഞ്ഞ ഈ ലോക്കൽ ലാംഗ്വേജസ് ഉണ്ടല്ലോ, അതിലേക്ക് ഈ വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ തമിഴ് മാത്രമല്ല ഇപ്പോൾ മലയാളത്തിൽ ധ്രുവിൻ്റെ അതേ കണ്ടന്റ് എടുത്തിട്ട് യൂട്യൂബ് ചാനൽ അത് ഒരു എന്താണ് പറയുക, ഒരു നോൺ പ്രോഫിറ്റ് സബ് ടൈറ്റിലിംഗ് ടീമാണ്, എംസോൺ എന്ന് പറഞ്ഞിട്ട്. ശരിക്കും അവർ മെൻഷൻ ചെയ്യേണ്ട സംഗതി തന്നെയാണ്. അവർ വലിയ ജോലിയാണ് ചെയ്യുന്നത്. ഇത് മാത്രമല്ല, ഈ നിലക്കുള്ള കണ്ടന്റുകളെല്ലാം സബ് ടൈറ്റിലിംഗ് നൽകിയിട്ട് അവർ കൊടുക്കുന്നുണ്ട്. വലിയൊരു പ്രവർത്തനമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഓക്കെ, ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെ സംസാരിക്കുവാൻ ആരെങ്കിലും സന്നദ്ധമായാൽ അതിനെ പിന്തുണക്കുവാൻ ഹിന്ദി ലോകത്തും ആളുകളുണ്ട്. അതാണ് അതിൽ പ്രാധാന്യം. ഈ 1.25 കോടി എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് ഹിന്ദി ചാനലാണ്, അത് ശ്രദ്ധിക്കും. ഇന്ത്യയിൽ 39 ആണ് ഹിന്ദി സ്പീക്കിംഗ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്കിടയിൽ 1.25 കോടി എന്ന് പറഞ്ഞാൽ അത് നിസ്സാര സംഖ്യയല്ല കേട്ടോ, അത് വലിയൊരു സംഖ്യയാണ്.
ഇതിൻ്റെ ഏറ്റവും ഇത് നമുക്ക് നൽകുന്ന പാഠം ഇതാണ്. പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികളടക്കം നമ്മൾ ഈ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഔട്ട് ഓഫ് ഫോക്കസിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ ഉയർത്തുന്നൊരു വിമർശനം ഉണ്ടല്ലോ, കോൺഗ്രസ് എന്താണ് ചെയ്യുന്നത്, ഈ പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രീയം ഉയർത്തുന്ന അവർ കൊണ്ടുവരുന്നൊരു നറേറ്റീവ് ഉണ്ടല്ലോ, അതിലങ്ങോട്ട് ട്രാപ്പിഡായിട്ട് അതിന്ന് പുറത്ത് കിടക്കാൻ പറ്റാതെ അതിനകത്ത് നിന്ന് ഫൈറ്റ് ചെയ്യാനാണ് അവർ ശ്രമിക്കുന്നത്. അതല്ല, അവരൊരു സ്റ്റെപ്പ് ഇങ്ങോട്ട് വെക്കും, ഒരു സ്റ്റെപ്പ് അവർ ഇങ്ങോട്ട് വെക്കുമ്പോൾ 2 സ്റ്റെപ്പ് പിറകോട്ട് വെക്കുക. അതുകൊണ്ടാണ് ഈ കൽപ്പറ്റയിൽ കൊടിയില്ലാതായി പോകുന്നത്. മനസ്സിലായില്ലേ? കൽപ്പറ്റയിൽ കൊടി വേണ്ടെന്ന് വെക്കുന്നത് എന്തുകൊണ്ടാണ്? അവന്മാർ പറയുമല്ലോ എന്ന്. അപ്പോൾ അവന്മാർ പറയുമ്പോൾ അതല്ല, ഇതാണ് ഞങ്ങൾ എന്ന് 2 സ്റ്റെപ്പ് അങ്ങോട്ട് കയറി പറയുക എന്നുള്ളതാണല്ലോ, അതാണല്ലോ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ധ്രുവ് റാഠിയുടെ പ്രാധാന്യം അവിടെയാണ്. അയാൾ ചെയ്യുന്നത് എന്താണ്? ഡിഫൻസ് ഒരുക്കുകയല്ല, ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ഡിഫൻസ് ഒരുക്കുകയല്ല ചെയ്യുന്നത്, ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ഒഫൻഡ് ചെയ്യുകയാണ്. ഒരു ഒഫൻസീവ് പൊളിറ്റിക്സാണ് അദ്ദേഹം എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര സ്വീകാര്യത ലഭിക്കുന്നത്. അപ്പോൾ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷം കാണേണ്ട ഒരു കാര്യം അതാണ്. എന്താണ് ഈ പൊളിറ്റിക്കൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഉദ്ദേശിക്കുന്ന നറേറ്റീവ് എന്താണ്? അതിൽ നിങ്ങൾക്ക് സ്ഫുടതയും കൃത്യതയും ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നിൽക്കാൻ ആളുണ്ട്. അതിൻ്റെ കൂടെ നിൽക്കാൻ ആളുണ്ടെന്നുള്ളൊരു രാഷ്ട്രീയ അനുഭവമാണ് ബീഹാർ. ഞാൻ മുമ്പ് പറഞ്ഞതാണ്, ഇന്ത്യയിൽ ഈ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ ഹിന്ദി ഹൃദയ ഭൂമിയിൽ ഹിന്ദുത്വക്കെതിരെ ഒഫൻസീവ് പൊളിറ്റിക്സ് കളിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവാണ് ലാലു പ്രസാദ് യാദവ്. അദ്ദേഹമാണ് ബീഹാറിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയെ തീരുമാനിക്കുന്നത്. ഹിന്ദി ഹൃദയഭൂമിയിൽ BJPക്ക് ഇതുവരെയും ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ലാത്ത ഒരേ ഒരു സംസ്ഥാനമാണ് ബീഹാർ. നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതാണ് പൊളിറ്റിക്സ്. അപ്പോൾ ധ്രുവ് റാഠി എന്തുകൊണ്ട് സ്വീകരിക്കപ്പെടുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷൻ സ്കില്ല്, അതിൻ്റെ ലോജിക്ക് സംഗതികളെല്ലാം വളരെ പ്രധാനമാണ്. അതേക്കാളൊക്കെ അദ്ദേഹം ഉയർത്തുന്ന ആ രാഷ്ട്രീയത്തിന് സ്ഫുടതയും കൃത്യതയും ഉണ്ട് എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനമായിട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ധ്രുവ് എങ്ങാനും ഇന്ത്യയിലേക്ക് വന്ന എന്താകും സ്ഥിതി എന്ന് നേരത്തെ ധ്രുവിനെ കുറിച്ച് പറഞ്ഞു അല്ലേ? യെസ്. അപ്പോൾ ഈ ധ്രുവിൻ്റെ ഒരു അവതരണമൊക്കെ സാധാരണ ന്യൂസ് ആങ്കേഴ്സ് വലിയ വാർത്തകളൊക്കെ അല്ലെങ്കിൽ കുറച്ച് കാര്യപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരു അലർച്ചയും ബഹളവും ഒച്ചവെപ്പൊക്കെ ഉണ്ടല്ലോ. പക്ഷേ ധ്രുവ് ഭയങ്കര കാമാൻ, ഇപ്പോൾ ദൗത് സർ പറഞ്ഞ പോലെ തന്നെ നമുക്കത് കേട്ടിരിക്കാൻ തോന്നും. വളരെ ശാന്തനായിട്ടാണ് ഇത്രയും കാര്യപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വരെ അദ്ദേഹം പറയുന്നത്. അപ്പോൾ എത്ര കണ്ട് ഇപ്പോൾ പുതിയ ഭാഷകളിലേക്ക് കൂടി അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ പ്രസിദ്ധീകരിക്കാൻ ഒരുങ്ങുമ്പോൾ എത്ര ആളുകളെ സ്വാധീനിക്കാൻ ധ്രുവിന് കഴിയും ഈ വിഷയങ്ങൾ? ധ്രുവ് തുടക്കത്തിൽ അദ്ദേഹം ഈ കരൺഥാപുരമായിട്ടുള്ള ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടല്ലോ, അദ്ദേഹം ഒരു ട്രാവൽ വ്ളോഗാണ് അദ്ദേഹം തുടങ്ങിയത് അപ്പോൾ അതിനകത്ത് അങ്ങനെ കാര്യമായ പെൻട്രേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹം 2014 രാഷ്ട്രീയ മാറ്റം ഉണ്ടായതിനു ശേഷം സോഷ്യോ പൊളിറ്റിക്കൽ ഇഷ്യൂകൾ എടുക്കുന്നതോടുകൂടിയാണ് 19 വയസ്സേ ഉള്ളൂ. അപ്പോൾ അതോടുകൂടിയാണ് അദ്ദേഹത്തിന് റീച്ച് കൂടുന്നത്. അപ്പോൾ റീച്ച് കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് വരുമാനവും കൂടും. ഇപ്പോൾ അദ്ദേഹം തന്നെ പറയുന്ന പ്രകാരം അദ്ദേഹത്തിൻ്റെ പിന്നിലൊരു ടീമുണ്ട് എന്നാണ് പറയുന്നത്. ആ ടീം റിസർച്ച് ചെയ്യുന്നു. ആ റിസർച്ച് ഏത് വീഡിയോ ചെയ്യണം എന്ന് തീരുമാനമെടുക്കുന്നത് പോലും ആ ടീം ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് അതിന് കൊടുക്കും. എന്തൊക്കെ കാര്യങ്ങൾ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഏത് വിഷയങ്ങൾ എടുക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഡിസ്കഷനിലൂടെയാണ് ഒരു വിഷയം എടുക്കുക. ഒരു ടീം അദ്ദേഹത്തിൻ്റെ പിന്നിൽ റിസർച്ച് ഉണ്ട്, അവർ സ്ക്രിപ്റ്റ് ചെയ്യുന്നു. അതിനുശേഷമാണ് അതുകൊണ്ടാണ് അതത്ര പ്രൊഫഷണലി ആൻഡ് ക്ലിനിക്കലി പെർഫെക്റ്റ് ആവുന്നത്. ആ ഒരു വീഡിയോ പെർഫെക്റ്റ് ആവുന്നത്. അതിൻ്റെ എഡിറ്റിംഗ്, വിഷ്വൽ അതൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ വിഷയം അതിലെ കണ്ടന്റിലൊന്നും കളയാനില്ലല്ലോ. അത് അത്രമാത്രം പിയേഴ്സിംഗ് ആണ്, തറച്ചു കയറുന്ന രീതിയിലാണ് എൻ്റെ സ്ക്രിപ്റ്റിംഗ്. അതുകൊണ്ട് ഒരു ടീമുണ്ടെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. മറ്റൊരു കാര്യം, അദ്ദേഹം അതല്ലാത്ത സമയത്ത്, ഇപ്പോൾ രാഷ്ട്രീയ വീഡിയോകളില്ലാത്ത സമയത്ത് അദ്ദേഹം കൾച്ചറലി ഹിസ്റ്റോറിക്കലി റെലവൻ്റ് ആയിട്ടുള്ള ചില ടോപ്പിക്കുകൾ എടുക്കാറുണ്ട്. പക്ഷെ അതിനത്ര വ്യൂവേഴ്സ് ഇല്ല. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അതിനത്ര വ്യൂവേഴ്സ് ഇല്ല. വ്യൂവേഴ്സ് വരുന്നപ്പോഴും രാഷ്ട്രീയ വിഷയങ്ങൾ എടുക്കുമ്പോഴാണ്. അപ്പോൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന പണി യഥാർത്ഥത്തിൽ ദൗർഭാഗ്യകരെന്ന് പറഞ്ഞിട്ട് ഒരു രാജ്യത്തെ മാധ്യമങ്ങൾ ചെയ്യേണ്ട പണിയാണ് ചെയ്യുന്നത്. മാധ്യമങ്ങൾ ചെയ്യേണ്ട പണി ഇവിടെ ഇന്ത്യയിലുള്ളത് ഗോദി മീഡിയ ആയതുകൊണ്ടും അത് ഭരണകൂടത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയും അതുപോലെ വിദ്വേഷ പ്രചാരണത്തിന് സ്വയം കച്ചകെട്ടി ഇറങ്ങിയവരായതുകൊണ്ടും അതുകൊണ്ട് നമ്മൾ ആലോചിക്കണം. ലോകത്ത് പലതരത്തിലും മാധ്യമങ്ങൾ ഭരണകൂടത്തിന് വഴിപ്പെടാറുണ്ട്. അവർ പറയുന്ന കാര്യങ്ങൾ മാത്രം സത്യമായി അവതരിപ്പിക്കുക, നുണ പറയുക എന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യയിലെ ഗോദി മീഡിയയുടെ ഒരു പ്രശ്നം, ലോകത്തെവിടെയും ആ ഒരു പ്രതിഭാസം കാണില്ല. അവർ സ്വയം വിദ്വേഷ പ്രചാരകരായി അവർ സ്വയം മാറുകയാണ്. അതായത് അലറി വിളിച്ച് കാവിഷാള് തലയിൽ ചുറ്റി ടി രാജാ സിംഗ് പോലുള്ള RSS നേതാക്കളും BJP നേതാക്കളും പറയുന്ന കാര്യങ്ങൾ കോട്ടും സ്യൂട്ടും ഇരുന്ന് മേക്കപ്പ് ഇട്ടിരുന്ന് വളരെ വൃത്തിയായിട്ട് പറയുന്നു. കഴിഞ്ഞ കർണാടക ഇലക്ഷൻ്റെ കൗണ്ടിങ് ഡേ അതിൻ്റെ വൈപ്പ് ഉണ്ടല്ലോ, വൈപ്പ് ജയ് ബജ്രംഗ് ബലി എന്ന് പറയുന്ന
ഒരു ചാനൽ ഇത് റിസൾട്ട് മറ്റേ കോൺഗ്രസിലേക്ക് ചായുന്നതിന് മുമ്പ് വൈപ്പടിക്കാണ്. അല്ല അതും സഹിക്കാം. ഞാൻ അതിലും വലിയ വൈപ്പൊക്കെ അല്ല ഇപ്പൊ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് അതിന്റെ ശിലാപൂജയ്ക്കൊക്കെ തലയെക്കെട്ട് കെട്ടി വരുന്നതിന്റെ വാർത്ത അവതരിച്ചു. അതല്ല പ്രശ്നം. വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുകയും വിദ്വേഷ പ്രചാരണം നടത്തുകയും ചെയ്താലോ? കോട്ടും സ്യൂട്ടും മേക്കപ്പ് കിട്ടിരുന്നിട്ട് നമ്മൾ ആ കോവിഡിന്റെ സമയത്ത് കണ്ടതല്ലേ. കോവിഡിന്റെ സമയത്ത് നിസാമുദ്ദീൻ ജിഹാദ് എന്താണ് തബ്ലീഗ് കൊറോണ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ലോകത്ത് എവിടെയെങ്കിലും ഒരു പ്രതിഭാസം ഉണ്ടല്ലോ, അവിടെയാണ് ധ്രുവ് റാട്ടി എന്ത് ചെയ്യുന്നത്, ഒരു സിറ്റിസൺ ജേർണലിസ്റ്റ് എന്ന നിലയിൽ ഫാക്ട് ചെക്കിങ് നടത്തുകയും അതുപോലെ കാര്യങ്ങളെ യുക്തിസഹമായി പൊള്ളിച്ചടുക്കുകയും ചെയ്യും. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് ധ്രുവ് റാട്ടി ഹിന്ദിയിലായതുകൊണ്ടാണ് അദ്ദേഹത്തിന് അക്സെപ്റ്റൻസ് കിട്ടുന്നത്. ഹിന്ദിയിലാണ് അദ്ദേഹത്തിന് സ്വീകാര്യത. അത് തെലുങ്കിലും കന്നഡയിലും തമിഴ്നാട്ടിലും മലയാളത്തിലൊക്കെ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ള രീതിയിൽ എനിക്ക് തർക്കമുണ്ട്. കാരണം വെച്ചാൽ ധ്രുവ് റാട്ടിയുടെ ആ ജോലി അവിടെയാണ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. മലയാളത്തിലോ തമിഴിലോ തെലുങ്കിലോ അല്ല. മറ്റൊരു കാര്യം, ഇപ്പം ഇന്ത്യയെ ഹിന്ദുത്വ പൊളിറ്റിക്സ് വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിന് വലിയ അപകടമുണ്ട്. അതൊരു ഫാഷിസ്റ്റ് പൊളിറ്റിക്സാണ്, ജനാധിപത്യത്തിന് അപകടകരമാണ്, നമ്മുടെ ഭരണഘടനയെ തന്നെ തകർക്കുന്ന ഒന്നാണ് എന്നെല്ലാവരും പറയുന്നുണ്ട്. ധ്രുവ് റാട്ടിക്ക് ഒരു രാഷ്ട്രീയം ഉണ്ടാകുമല്ലോ. ഇപ്പോൾ ഞാൻ ധ്രുവ് റാട്ടിയുടെ ഒരു റീൽ കഴിഞ്ഞ ദിവസം കണ്ടു. ഏതായാലും ഇലക്ട്രൽ ബോണ്ടിനെ തുടർന്ന് അദ്ദേഹം BJPക്ക് ഇലക്ട്രൽ ബോണ്ടിൽ പണം നൽകിയ ബീഫ് എക്സ്പോർട്ടേഴ്സിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ബീഫ് എക്സ്പോർട്ടേഴ്സ്. അപ്പോൾ അദ്ദേഹം വന്ന് നിന്നിട്ട് കുനിഞ്ഞ് നിന്നിട്ട് ഒരു പശുക്കുട്ടിയെ തലോടിക്കൊണ്ടാണ് ഇത് പറയുന്നത്. ഈ പശുക്കുട്ടി നമ്മൾ മനുഷ്യരെ പോലെ ചിന്തിക്കുന്നവരാണ്, ഇവർക്കും വേദനയും വികാരങ്ങളും വിചാരങ്ങളും ഉണ്ട്. പക്ഷേ BJP ഇവരുടെ വേദന മനസ്സിലാക്കുന്നില്ല. യഥാർത്ഥത്തിൽ അങ്ങനെ പറയുന്നതിനൊരു പ്രശ്നം കൂടിയുണ്ട്. ഞാൻ ആ പ്രശ്നം പറയാൻ കാരണം, ഇന്ത്യ മുന്നണിയുടെ രൂപീകരണ വേള പട്നയിലായിരുന്നു, ബീഹാറിൽ. ആ രൂപീകരണ വേളയിൽ ലാലു പ്രസാദ് യാദവ് രാഹുൽ ഗാന്ധിക്ക് ഒരു വിരുന്ന് കൊടുത്തൊരു വീഡിയോ കണ്ടിട്ടുണ്ടോ? അതും ഇതുമാതിരി മാധ്യമങ്ങൾ ഷൂട്ട് ചെയ്തതല്ല, മട്ടൻകറി വീഡിയോ. രാഹുൽ ഇയാൾ പ്രസംഗിച്ചില്ലേ, അതുകൊണ്ടാണ് അത് പ്രസംഗിക്കേണ്ടി വരുന്നത്. ആ മട്ടൻകറി വീഡിയോയ്ക്ക് ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സ് എന്താണെന്ന് വെച്ചാൽ, മനുഷ്യരുടെ ഭക്ഷണ വൈവിധ്യത്തെക്കുറിച്ച് ഹിന്ദി ഹാർട്ട്ലാൻഡിൽ നിന്ന്, ഈ പറയുന്ന കൗബെൽറ്റിൽ നിന്നുകൊണ്ട് ലാലു പ്രസാദ് യാദവ് പറയുകയാണ്, ഞാൻ നന്നായിട്ട് മട്ടൻകറി ഉണ്ടാക്കുന്ന വീഡിയോയിലൂടെ പറയുന്ന ആരോടാണ്? ഈ കൗബെൽറ്റിലുള്ള ഈ ഹിന്ദുത്വ പൊളിറ്റിക്സ് നേർക്ക് നേരെ അനുഭവിക്കുന്ന മനുഷ്യരോട് പറയാണ്, ഇതാണ് എൻ്റെ രാഷ്ട്രീയം. അതേസമയം ധ്രുവ് റാട്ടി എന്താണ് പശുവിനെ കെട്ടിപ്പിടിച്ചിട്ട് പറയാൻ ശ്രമിക്കുന്നത്? മനസ്സിലാവുണ്ടോ? അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഈ രാജ്യത്തിന് രോഗമുണ്ടെങ്കിൽ ആ രോഗത്തിന് ചികിത്സ എന്താണ് എന്നുള്ളത് കൂടി വളരെ പ്രധാനമാണ്. അപ്പോൾ എന്താണ്, വയനാട്ടിൽ മുസ്ലിം ലീഗിൻ്റെ കൊടി പൊക്കിയാൽ അത് പാകിസ്ഥാൻ പതാകയായി വ്യാഖ്യാനിച്ച് ഞങ്ങൾ 10 വോട്ട് ഉത്തരേന്ത്യയിൽ കുറയുമോ എന്ന് ഭയക്കുന്നതും, അതേസമയം തന്നെ മുസ്ലിം ലീഗിൻ്റെ കൊടി ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയാണ്, അത് പാകിസ്ഥാൻ്റെ കൊടിയല്ല എന്ന് ഉറച്ച് പറയാനുള്ള ആർജവും രണ്ടും രണ്ടാണ്. അപ്പോൾ ഇന്ത്യയുടെ രോഗത്തിന് ഏത് സമീപനമാണ് ശരി? അത് ലാലു പ്രസാദ് യാദവിൻ്റെ സമീപനമാണോ ശരി, ധ്രുവ് റാട്ടിയുടെയും രാഹുൽ ഗാന്ധിയുടെയും വയനാട്ടിലെ കോൺഗ്രസ്സുകാരുടെയും സമീപനമാണോ ശരി എന്നുള്ളത് ജനങ്ങൾ ചിന്തിച്ച് ഒരു തീരുമാനമെടുക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതാണ് ധ്രുവ് റാട്ടി പുതിയ ഭാഷകളിലേക്ക് കൂടി വീഡിയോകൾ എത്തിക്കാൻ തുടങ്ങുമ്പോൾ തീർച്ചയായും അത് കൂടുതൽ ആളുകളിലേക്ക് എത്തുകയും ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ കൂടുതൽ വശങ്ങളെക്കുറിച്ച് ആളുകളിലേക്ക് എത്തുകയും അതിനെക്കുറിച്ചൊരു കൃത്യമായ വിശദീകരണം കിട്ടുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. രാജ്യം വലിയ തരത്തിൽ ശ്രദ്ധിക്കുന്ന ഒരു യൂട്യൂബർ എന്ന നിലയിൽ ധ്രുവ് റാട്ടി ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഔട്ട് ഓഫ് ഫോക്കസ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.